ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? ഇത് ഞാനൊരു തലേ ദിവസം ഉമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ അന്നത്തെ രാവിലത്തെ വിശേഷങ്ങളും അതിൽ പിന്നത്തെ വിശേഷങ്ങളും അങ്ങനെ 2 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കാലത്താണ് കേട്ടോ. സുബ്ബയ്ക്ക് ആ നേരത്ത് മരുന്ന് കുടിക്കാനും വെള്ളം കുടിക്കാനും ഇങ്ങനെയൊക്കെ പോകുന്നതല്ലേ. പിന്നെ രാത്രി തലേ ദിവസം എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരുന്നിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി ക്ലീനാക്കി തന്നെയാണ് ടേബിളിലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഉറക്കി വെച്ചിട്ട് വേണം നമുക്ക് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഉച്ചക്കേക്കുള്ള പരിപാടിയാണ്. കപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്ക് ഈ വീടിൽ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് മദ്രസിലോട്ട് കുട്ടികൾക്ക് വൈകിട്ടുള്ള മദ്രസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓട്ടം. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇതിപ്പോൾ രാവിലെ മദ്രസിലോട്ടാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ള ഫ്ലാറ്റിലില്ല മൊത്തം അങ്ങോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നേരത്താണ് ഞാൻ കുട്ടികളെയും കൂടെ ഇങ്ങനെ നമ്മുടെ കോമ്പൗണ്ടൊക്കെ അവിടെ വരെയാണ് ഞാൻ പോകാറുള്ളത്. ആ സമയത്ത് ഞാൻ എല്ലാ ലൈറ്റ് ഓഫാക്കിക്കൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ വൈകിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക, ഇതിലെന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പച്ചരിയാണ് കേട്ടോ ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോകുന്നത്. എന്നിട്ടിതൊരു കുട്ടികൾ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ഇതിനുള്ള പ്രിപ്പറേഷൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാനതങ്ങനെ വെള്ളം കുതിർത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ എന്തായാലും പോയിട്ട് വന്നിട്ട് ആ ദിവസം എന്തായാലും പണിയൊക്കെ എടുക്കാനും ജോലിയൊക്കെ എടുക്കാനും എന്തായാലും ഒരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം അങ്ങനെ ചെറുതായിട്ടൊന്നേ ഒരുക്കി വെച്ച് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ബാക്കി സുബ്ബയ്ക്കാണ് കേട്ടോ. പിറ്റേ ദിവസം കാലത്താണ് ഞാനതെല്ലാം ഒന്ന് ഒരുക്കി വെക്കുന്നത്. പിന്നെ ഉമ്മാടെ വീട്ടിൽ പോയ എന്തായാലും ഞാൻ തേങ്ങ അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബോക്സിലിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നാലും എനിക്കതൊരു അതെന്താണെന്നറിയില്ല. ഉമ്മാടെ വീട്ടിൽ പോയാൽ ഞാൻ ഇങ്ങനെ തേങ്ങ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് അന്നത്തേക്ക് വിചാരിച്ചത്. അങ്ങനെ കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതന്നെ ഞാൻ ലഞ്ചൊക്കെ വന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും എത്തുമ്പോൾ ഇവിടെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ജോലികളൊന്നും ചെയ്യാൻ ഇങ്ങനെ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നിട്ട് അങ്ങനെ ഒരുപാട് ജോലി ചെയ്യാനൊന്നും തീരെ താല്പര്യം ഉണ്ടാവാത്ത ഒരു നാളായി പോകും അന്നത്തെ ദിവസം. അങ്ങനത്തെ ഇഡ്ഡലി മാവ് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വേവിച്ച് കൊടുത്തിട്ട് ഒരു ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കാരണം തേങ്ങ ഞാൻ എന്തായാലും ഉമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണം, തേങ്ങയുടെ കറി ഉണ്ടാക്കണം. ഇനിയിപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ആ തേങ്ങ കാലിയാവുന്നത് വരെ എനിക്ക് തേങ്ങയുടെ ജോലികളൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പാടെ തന്നെ കഴുകിയെടുക്കും കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെ കഴുകി ക്ലീൻ ആക്കാറൊന്നുമില്ല. ഞാൻ അപ്പാടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ പാത്രങ്ങളും കഴുകി ക്ലീൻ ആക്കാറുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാം. ഇഡ്ഡലി അവിടെ വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് പച്ചമുളകും പുളിയും ഉപ്പും ഇത്രയും ഇട്ടിട്ടൊരു ലൈറ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അധികം എരിവും ഇല്ല അധികം പുളിയും ഇല്ലാത്തൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തിയിലോട് ഇഡ്ഡലി കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതന്നെ ഞാൻ ലഞ്ച് ബോക്സിലോട്ടും കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇത്രയും പുളി എടുത്തിട്ടുള്ളൂ. 2 മുളകാണ്. അധികം എരിവും ഇല്ല. കാരണം കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചമുളകും കൂടി അധികം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ചമ്മന്തി നല്ലോണം ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചമ്മന്തി അരച്ചെടുക്കാം. ചമ്മന്തിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് കടുക് ഒന്ന് താളിച്ച് പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ കറിവേപ്പിലയും ഇടാമായിരുന്നു. പക്ഷേ എനിക്കിവിടെ ഫ്ലാറ്റിലില്ലേ കറിവേപ്പില കിട്ടില്ല. പക്ഷേ ഉമ്മാടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എടുക്കണമെന്ന് ആദ്യം വിചാരിച്ചതായിരുന്നു. പിന്നെ അത് മറന്നുപോയി. എന്തായാലും വരുമ്പോൾ തിരക്കിട്ട് പോകും. അതിന് മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതും കൂടി എത്തിയേനെ എൻ്റെ ഫ്ലാറ്റിലോട്ട്. പക്ഷേ
എന്തായാലും അത് ഇത്തവണ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ എന്തായാലും കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പില കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറേ സമയം എങ്ങനെ വെക്കാമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ തോന്നുന്നത് കറിവേപ്പില ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കണമെന്നില്ലിട്ട്. അതെന്തായാലും നിങ്ങൾക്ക് അറിയുവാണെങ്കിലും ഒന്ന് കമൻറ്റ് ആക്കാം. പിന്നെ ഇത് ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് ആദ്യം ഇട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. കാരണം മദ്രസയിലോട്ട് പോയ കുട്ടികൾ വന്നിട്ടില്ലായിരുന്നു. ഈ സമയത്ത് തന്നെ ഉണ്ട് ലഞ്ച് ബോക്സൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. അതിൻ്റെ സമയത്ത് തന്നെ ഞാനും ഇങ്ങനൊന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ സമയത്ത് എൻ്റെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് കുട്ടികളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ബുർക്ക മാറ്റുക, ബാഗ് വെച്ച് കൊടുക്കുക, അവരെ ഒന്ന് നീറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം അവർക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനും അവരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കാനും. പിന്നെ എൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ക്ലീനാക്കിയിട്ട് വെച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഒന്ന് കുതിർത്തിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ ഇത് കുറച്ച് ചക്കയുടെ ഇല്ലേ അതിൻ്റെ കുറുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാത്രം സെപ്പറേറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ കുറച്ച് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലോട്ട് കുറച്ച് ചോറും കൂടി ഇടാമെന്ന്. അതായിരുന്നു കേട്ടോ കൊളാക്കി കൊടുത്തത്. ചോറിട്ടപ്പോൾ അധികം സോഫ്റ്റായിപ്പോയി. അത് എനിക്ക് കഴിക്കാൻ നല്ല രസമായിരുന്നു, പക്ഷേ ചുട്ടെടുക്കാൻ നല്ല പാടുപെടേണ്ടി വന്നു. പിന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഓപ്ഷണലാണ്, എനിക്ക് ഇട്ട് കൊടുക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്. കുറച്ച് മധുരം ഉണ്ടെങ്കിൽ കുട്ടികളും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നെങ്കിലും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ പോവാൻ ഞാൻ അധികം ലൂസാക്കുന്നില്ല. കാരണം ഇത് ഞാൻ കാലത്തെ അരച്ചെടുത്തിട്ടുണ്ട്. വൈകിട്ടാണ് ഇതിൽ ഞാൻ റെഡിയാക്കുന്നത്, ഇതിന് ചുട്ടെടുക്കാൻ പോകുന്നത്. ഇത് ദോശ ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം പാത്രമില്ലേ അതിൽ ലൈറ്റായിട്ട് ഓയിൽ തടവി കൊടുത്തിട്ടും നമുക്ക് ചുട്ടെടുക്കാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളൊന്ന് റെഡിയാക്കാം. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി നടക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചൻ്റെ പരിപാടികളും നമ്മൾ ചെയ്യണം. എന്നാലും ഇതിലെല്ലാം നല്ലൊരു രസമുണ്ട് കേട്ടോ. കുട്ടികൾ പ്രിപ്പറേഷൻ ആക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് അവരുടെ സോക്സ് പോലും ഇട്ട് കൊടുക്കണം. അപ്പോഴത് അവരിങ്ങനെ ഇരിക്കുകയല്ലേ കേട്ടോ. ഇവിടെ എൻ്റെ എന്താ പറയുക, ഇങ്ങനെയാണ് കേട്ടോ കുർസിൽ ചെയറിൽ ഇരിക്കുന്നത്. കാരണം മിറർ നോക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുത്തി കൊടുക്കുന്നത് ഞാൻ. എന്നിട്ട് തലയൊക്കെ ചീകി കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കുക, അത്രയേ ഉള്ളൂ അവിടെ. എന്നിട്ട് അവർക്ക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ജോലികളും ഞാൻ തീർത്ത് കഴിഞ്ഞിട്ട് വൈകിട്ട് അവർ സ്കൂൾ വിട്ട് നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അമ്മാവാണല്ലോ. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഡബിളായിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിനേക്കാളും നല്ല ഡബിളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് സോഡ പൊടിയൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ പാത്രമില്ലേ, ഈ പാത്രത്തിലോട്ട് ലൈറ്റായിട്ട് തന്നെ ഓയിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് കേട്ടോ ഈ മാവിന്. പക്ഷേ എന്താ പറയുക, ഇത് ചുട്ടെടുക്കാൻ മാത്രം എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ റൗണ്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് എടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. കാരണം ചോറിട്ടതല്ലേ, അപ്പോൾ ഇല്ലേ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റായിപ്പോയി. ഇത് ആദ്യത്തേതായിരുന്നു ഒഴിച്ച് കൊടുത്തത്. എപ്പോഴും നമ്മൾ ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോൾ സെൻറ്ററിൽ ആദ്യം ഒഴിക്കാൻ പാടില്ല, സൈഡിലോട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെയാണ് സെൻറ്ററിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യമേ സെൻറ്ററിൽ ഒഴിച്ച് കൊടുത്താൽ ഇതാണ് പരിപാടിയാവാൻ പോകുന്നത്. അപ്പോൾ ഇത് സൈഡിലുള്ളത് അങ്ങനെ കുക്കായിട്ടും ഇല്ല. ഇനിയിപ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്തിട്ട് തന്നെ കുക്കാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സമയത്ത് ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കിത് ദോശ ചുട്ടെടുക്കാം. ഇതിലാരൊക്കെ ഒരുപാട് അങ്ങോട്ടും കഷ്ടപ്പെടാമെന്ന് വിചാരിച്ചത്. അതിനെന്താ അത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തു. എന്നിട്ട് തവ വെച്ച് കൊടുത്തു. ഇതിലോട്ട് ഇനി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ദോശ ഉണ്ടാക്കി. ദോശ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ അവസാനം അത് ഞാൻ ഇഡ്ഡലി ചെമ്പിലില്ലേ ഇഡ്ഡലിയുടെ ഷേപ്പിലോട്ട് ഒഴിച്ച് കൊടുത്തു മാവ്. അങ്ങനെ ബാറ്റർ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റോ നാസ്റ്റോ എന്നോ എന്ത് വേണമെങ്കിലും പറയാം, അല്ലാതെ സ്നാക്സോ അങ്ങനെ ഒരുപാട് സ്നാക്സ് ഈ മാവിലുണ്ടാക്കി. പക്ഷേ ഇതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഒരു പാത്രത്തിൽ ഇതങ്ങോട്ട് ശരിയായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനതവിടെ വെച്ച് കൊടുത്ത് സൈഡിലോട്ട് വെച്ച് കൊടുത്ത്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇനി ദോശ നീയൊക്കെ കാണിച്ച് തരാം. അപ്പോൾ ഇതെന്താ പറയുക, ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ എടുക്കാൻ പോയത്. ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലിങ്ങനെ പ്രസ്സാക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം. അങ്ങനെ അതൊക്കെ തടവിയിട്ട് ബ്രഷിൽ ഇങ്ങോട്ട് തടവി കൊടുത്തിട്ട് ആ ദോശയൊന്നും മറിച്ചിടാൻ പോയി. ഇത് ചോറിട്ടത് കൊണ്ടാവണമെന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ചക്കയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് അങ്ങോട്ട് ചുട്ട് കൊടുക്കുന്നില്ല, എല്ലാവർക്കും ഓരോന്നും അങ്ങനെ എടുത്തു കൊടുത്ത് അങ്ങനെ ഈ ദോശയും ഞാൻ മറ്റേ പ്ലേറ്റിലോട്ട് ഇങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ദോശയും റെഡിയായി, ഉണ്ണിയപ്പം റെഡിയായി, അങ്ങനെ എല്ലാം റെഡിയായി കേട്ടോ. അങ്ങനെ ഞാനിവിടെ എന്തായാലും വൈൻഡപ്പാക്കുക. എനിക്ക് ഈ ചക്ക അന്നത്തെ ആ ഒരു വൈകിട്ട് ഇതിന് പ്രിപ്പറേഷൻ ആക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഈ ചുട്ടെടുക്കാൻ കഴിഞ്ഞ സമയം തൊട്ട് എനിക്ക് ഭയങ്കര വല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഞാൻ നീട്ടുന്നില്ല, വൈൻഡപ്പാക്കുക. താങ്ക് യു.